ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഫപ്പിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് സെക്ഷൻ ആണ്. നമുക്കപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അറേഞ്ച് ദ ഇൻഫർമേഷൻസ് ഗിവൺ ഇൻ ബോക്സസ് എ ആൻഡ് ബി ഇൻ ദ ടേബിൾ സ്യൂറ്റബിളി. അവിടെ എ ബി എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ബോക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പേസ് കൺസ്ട്രെയിൻ, സ്ഥലപരിമിതി ഉള്ളപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഈ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയാണ് സ്പേസ് കൺസ്ട്രെയിനിൽ വരുന്നത്? വെർട്ടിക്കൽ ഫാമിംഗ്, ദെൻ നെക്സ്റ്റ് വരുന്നത് ടെറസ് ഫാമിംഗ്, സാക്ക് ഫാമിംഗ്. ഈ മൂന്നെണ്ണാണല്ലേ സ്പേസ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ബോക്സിൽ വരുന്നത്. അടുത്ത എന്താണ്? അടുത്ത നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഓർഗാനിക് ഫെർട്ടിലൈസറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓർഗാനിക് ഫെർട്ടിലൈസറിൽ വരുന്നത് മാനുവർ, ദെൻ വെർമി കമ്പോസ്റ്റ്, ബോൺ മീൽ. മാനുവർ വരുന്നുണ്ട്, വെർമി കമ്പോസ്റ്റ് വരുന്നുണ്ട്, ദെൻ ബോൺ മീൽ. ഇതാണ് ഇതിൽ വരുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസറിൽ വരുന്നത്. നെക്സ്റ്റ് ബോക്സ് എന്താണ്? നെക്സ്റ്റ് ബോക്സ് സിന്തറ്റിക് ഫെർട്ടിലൈസർ ആണ്. സിന്തറ്റിക് ഫെർട്ടിലൈസറിന് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഫോസ്ഫേറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് വരുന്നത്? വേറെ വരുന്നതാണ് അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ. അപ്പോൾ സിന്തറ്റിക് ഫെർട്ടിലൈസറിൽ വരുന്നത് അമോണിയം ഫോസ്ഫേറ്റും യൂറിയയും പിന്നെ സൂപ്പർ ഫോസ്ഫേറ്റും ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സതീഷ് ഹാസ് 15 cents ഓഫ് ഹോം സ്റ്റേറ്റ് ലാൻഡ് ആൻഡ് 30 cents ഓഫ് പാഡി ഫീൽഡ്. ഹി സേസ് ദാറ്റ് പാഡി കൾട്ടിവേഷൻ ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. വാട്ട് സജഷൻസ് ഡു യു ഹാവ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഹോം സ്റ്റേറ്റ് ലാൻഡ് ആൻഡ് പാഡി ഫീൽഡ്? അതായത് പറമ്പും വീട് നിൽക്കുന്ന പറമ്പും നെല്ല് കൃഷി ചെയ്യുന്ന പാടവുമായിട്ട് അയാൾക്ക് 15 cent വീടും പറമ്പും ഉണ്ട്, ദെൻ 30 cent പാഡി ഫീൽഡും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പാഡി കൾട്ടിവേഷൻ അത്ര പ്രോഫിറ്റബിൾ അല്ല. അതുകൊണ്ട് ഫാമിംഗ് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആവാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചുല്ലേ ഫാമിംഗ് എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റബിളായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാം? ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. ഫാമിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി മോർ ഇൻകം നമുക്ക് കിട്ടും. കൃഷി നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യാവുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ടു മേക്ക് ദ ഫാമിംഗ് പ്രോഫിറ്റബിൾ. ഫാമിംഗ് പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. സോ കാറ്റിൽ റെയറിംഗ്, വെജിറ്റബിൾ ഫാമിംഗ്, fish farming and poultry farming can also be included along with the paddy cultivation. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നമുക്ക് ഈ പാഡി കൾട്ടിവേഷൻ്റെ കൂടെ തന്നെ കാറ്റിൽ റെയറിംഗ് ചെയ്യാം, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യാം, ഫിഷ് ഫാമിംഗ് ചെയ്യാം, പോൾട്രി ഫാമിംഗ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റും? പാഡി കൾട്ടിവേഷൻ കുറച്ചും കൂടെ പ്രോഫിറ്റബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാഡി കൾട്ടിവേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാസും ഹേയും, അതായത് പുല്ലും വൈക്കോലൊക്കെ ആർക്ക് കൊടുക്കാം? നമ്മുടെ കാറ്റിൽസിന് ഫീഡായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ കാറ്റിൽസിന് ഫീഡായി കൊടുക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാറ്റിൽസ് എന്നും അതുപോലെ നമുക്ക് പോൾട്രി ഫാമിംഗ് നിന്ന് കിട്ടുന്ന വേസ്റ്റ്, കൗഡങ് അതുപോലെയുള്ള വേസ്റ്റൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഫാമിങ്ങിന് ഫെർട്ടിലൈസറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ വേസ്റ്റ് ആവുന്നില്ല അല്ലേ. ഒന്ന് നമുക്ക് മറ്റൊന്നിന് ഫീഡായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറായിട്ടോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ചിലവും വളരെ കുറവാണ്. ഗ്രാസ്, ഹേ ആൻഡ് വെജിറ്റബിൾ വേസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഫോർ കാറ്റിൽ ആൻഡ് കൗഡങ് ഈസ് യൂസ്ഡ് ആസ് എ മാനുവർ ഫോർ ഫാമിംഗ്. കൗഡങ് എന്ത് ചെയ്യാം? മാനുവറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സജഷനും കൂടെ പറയാം. മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൃഷി പ്രോഫിറ്റബിൾ ആവില്ലേ. യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് പ്രാക്ടീസസ് ആൾസോ ഗിവ് ബെറ്റർ ഈൽഡ്. മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈൽഡ് ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സജഷൻസ്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? കാറ്റിൽ റെയറിംഗ്, വെജിറ്റബിൾ ഫാമിംഗ്, ഫിഷ് ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പാഡി കൾട്ടിവേഷൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്നിൻ്റെ ബൈ പ്രോഡക്ട്സ് മറ്റൊന്നിന് ഫീഡായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൃഷിയുടെ ചിലവ് കുറയ്ക്കുന്നുണ്ട്.
ദെൻ അടുത്തത് മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃഷി പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഓഡ് വൺ? വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി അതേഴ്സ്? ഏതാണ് ഇതിൽ ഓഡ് വണ്ണ്? ബാക്കിയുള്ളതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് വിക്ക് ഇറിഗേഷൻ, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ ആൻഡ് മൾച്ചിങ് ആണ്. അതിലേതാ ഓഡ് വൺ? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് അല്ലേ. ബാക്കിയുള്ളതിൻ്റെയൊക്കെ കോമൺ ഫീച്ചേഴ്സ് എന്താ? ബാക്കിയുള്ളതെല്ലാം എന്താണ്? വാട്ടർ കൺസർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഇറിഗേഷൻ മെത്തേഡാണ് അല്ലേ. വെർട്ടിക്കൽ ഫാമിംഗ് മാത്രമാണ് അതിൽ ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതിലേതാണ് ഓഡ് വൺ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ് ഓഡ് വൺ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ആണ് അല്ലേ. ബാക്കിയുള്ളതെല്ലാം വിവിധ തരത്തിലുള്ള കൃഷിരീതികളാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ് അതിലൊരു ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിംഗ് വിൽ ബി പ്രോഫിറ്റബിൾ ഓൺലി ഇഫ് all the pests are killed. What is your response to this comment of a farmer? ഒരു ഫാർമർ അവിടെ പറയാണ് ഫാമിംഗ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ എല്ലാ പെസ്റ്റിനെയും കൊന്നൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആ കമന്റിനോട് നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നാ ചോദിക്കുന്നേ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, ഹൗ ക്യാൻ ഇഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ ബി ഇംപ്ലിമെന്റഡ്? എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവായിട്ട് പെസ്റ്റ് കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിംഗ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെസ്റ്റുകളെ കൊന്നൊടുക്കണം എന്ന് ആവശ്യമുണ്ടോ? ഇല്ല. ഒരിക്കലും ഒരു ഫാർമറുടെ ആവശ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പെസ്റ്റിനെ കൊല്ലുക എന്നുള്ളതല്ല. പകരം എന്താണ്? നമ്മുടെ ക്രോപ്പിന് ദോഷമാവുന്ന വിധത്തിലുള്ള പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പെസ്റ്റ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ദ നീഡ് ഓഫ് ഫാമേഴ്സ് ഈസ് നോട്ട് ടു കിൽ ഓൾ ദ പെസ്റ്റ് but control their multiplication without any harm to the crops. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ക്രോപ്പിന് ദോഷമാവുന്ന വിധത്തിലുള്ള അവയുടെ മൾട്ടിപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം? ഇഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ബൈ യൂസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെസ്റ്റിനെ ഇഫക്റ്റീവായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇല്ലസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. കോക്കനട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കോക്കനട്ട് മിൽക്ക് ക്രീം വരുന്നുണ്ട്, ചിപ്സ്, വിനെഗർ, കൊയ പ്രോഡക്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്, ബിവറേജസ് എല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ടു ഫാമേഴ്സ് ബൈ പ്രൊഡ്യൂസിങ് സച്ച് പ്രോഡക്ട്സ്? ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കർഷകർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും കർഷകർക്കുള്ള ബെനിഫിറ്റ്സ്? കുറച്ചും കൂടി ഇൻകം കൂട്ടാൻ പറ്റും അല്ലേ. ഇതുപോലത്തെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ കർഷകരുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും, ഇൻകം കൂട്ടാൻ പറ്റും അല്ലേ. ഏൺ മോർ ഇൻകം, കുറച്ചും കൂടി ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് വേസ്റ്റ് ബൈ പ്രൊഡ്യൂസിങ് വേരിയസ് പ്രോഡക്ട്സ്. ഒന്നിൻ്റെ ഓരോ ബൈ പ്രോഡക്ട്സും വെച്ചിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അവിടെ എന്തില്ല, വേസ്റ്റിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ കോക്കനട്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കോക്കനട്ടിൻ്റെ ഷെല്ല്, ചിരട്ട കൊണ്ട് പല ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ചിരട്ട വേസ്റ്റായി പോകുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ചകിരി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതും വേസ്റ്റ് ആയി പോകുന്നതിന് തടയാൻ പറ്റും. അപ്പോൾ ഒരുപാട് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീയൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റാണ്, നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അല്ലേ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ദെൻ വേറൊരു പോയിന്റ് എന്താണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ദെൻ ബെറ്റർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഉണ്ടാക്കുന്ന ക്രോപ്പിന് കുറച്ചും കൂടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നുണ്ട്. അപ്പം നമ്മൾ തേങ്ങ, കോക്കനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ആ കോക്കനട്ടിൽ നിന്ന് കുറച്ചും കൂടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനും കുറച്ചും കൂടെ ബെറ്റർ സെയിൽ നടക്കാനും നമുക്ക് എന്ത് ചെയ്യും? സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കർഷകർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഇൻകം, reduced waste by producing value added products, then better market opportunities, better employment opportunities കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കർഷകർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇനി ഇതേപോലെ മറ്റൊരു ക്രോപ്പിൻ്റെ ഇതുപോലെ ഇല്ലസ്ട്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ സിമിലർ ഇല്ലസ്ട്രേഷൻ ഓഫ് എനി അതർ ക്രോപ്പ്.
നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ക്രോപ്പിൻ്റെ ഇതുപോലെ ഇല്ലസ്ട്രേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ലെറ്റേഴ്സ് എൽസസ് സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.